ഗഫൂർ ഇപിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നലെ നോർവേയുമായിട്ടുള്ള നമ്മുടെ ബ്രസീൽ പരാജയപ്പെട്ടു 2-1. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ വീഡിയോ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിൽ 1-2 കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ചരിത്രമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രസീൽ. അത് നമുക്ക് നിഷേധിക്കാൻ ഒരിക്കലും കഴിയില്ല, അല്ലേ? ബ്രസീലിൻ്റെ ദേശീയ ടീം രൂപം കൊണ്ടുതന്നെ 1914. അതിനുശേഷം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച രാജ്യം അതും ബ്രസീലാണ്. 5 ലോകകപ്പുകൾ നേടി. 958 ഫിഫ വേൾഡ് കപ്പ്, 962 ഫിഫ വേൾഡ് കപ്പ്, 1970 ഫിഫ വേൾഡ് കപ്പ്, 1994 ഫിഫ വേൾഡ് കപ്പ്, അവസാനം 2002 ഫിഫ വേൾഡ് കപ്പ്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, മെയിനായിട്ട് പെലെ ഫുട്ബോളിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ഈ 3 ലോകകപ്പുകളിലും അപൂർവമായ ഉണ്ടായ ഒരു താരാണ്. പിന്നെ സീക്കോ 80കളിലെ മായാജാലക്കാരന്, അതേമാതിരി റൊമാരിയോ 1984 ലോകകപ്പ് വിജയത്തിലെ പ്രധാന താരം, അതേപോലെ റൊണാൾഡോ, അങ്ങനെ എന്താ പറയുക, ഈ ഒരുപാട് വലിയ വലിയ ആൾക്കാർ സമ്മാനിച്ച ഒരു ഒന്നും ഓർത്തിരിക്കാൻ പറ്റിയ നല്ല താരങ്ങളെ സമ്മാനിച്ച ഒരു രാജ്യമാണ് ബ്രസീൽ. അവസാനമായിട്ട് നെയ്മർ, തലമുറകളിൽ തന്നെ ഏറ്റവും വലിയ ബ്രസീലിൻ്റെ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. എന്തുകൊണ്ടോ എന്തായാലും ഭാഗ്യക്കുറവായിരിക്കാമെന്ന് വിചാരിക്കാം. എന്തായാലും ബ്രസീലിൻ്റെ കളിക്ക് വേണ്ടിയിട്ട് ഈ നെയ്മറിന് ഈ ലോകകപ്പിൽ ഇതിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം ഇന്നലത്തെ കളിയിലാണ് നെയ്മർ ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് കാലിനുണ്ടായ പരിക്ക്, അത് നമുക്കറിയാലോ, വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ ഇപ്പം നമുക്ക് ഇന്നലെ സംഭവിച്ച വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. ഇതിനെക്കാട്ടിയൊക്കെ വലിയൊരു സംഭവം മുന്നേ നടന്നിട്ടുണ്ട്. എപ്പോഴെന്നറിയോ? 2014 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് ബ്രസീൽ വെച്ചിട്ട്, സ്വന്തം നാട്ടിൽ വെച്ച് നടന്നപ്പോൾ ജർമ്മനിയോട് 7-1 ദാരുണമായിട്ട് തോറ്റിന് ബ്രസീൽ. അതൊന്നും ആരാധകർക്ക് മറക്കാൻ പറ്റാത്ത ഒരു കളിയാണ്. ഒരു കാര്യം നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഏറ്റവും നല്ല ശൈലിയിൽ കളിക്കുന്ന ഡംബ്ലിങ്, അതേപോലെ കലാപരമായ പാസുകൾ, സുന്ദരമായ കളിയില്ലോ എന്നൊക്കെ പറയുന്നത് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ജോഗോ ബോണിറ്റോ ഇവരൊക്കെയാണ് അതിൻ്റെ രാജാക്കന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ വേൾഡ് കപ്പ് 5 കിട്ടിയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഷർട്ടിന് ചന്തം ചാർത്താൻ ഉള്ളതല്ല ഈ 5 സ്റ്റാർ എന്ന് പറയുന്നത്. അത് അവർ വളരെ പ്രയാസപ്പെട്ട് കളിച്ച് നേടിയ തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് തോറ്റെന്ന് വിചാരിച്ചിട്ട് മറ്റാരാധകർക്ക് കൂടുതൽ അങ്ങോട്ട് പൊങ്ങാൻ മാത്രം ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്നലത്തെ സംഭവത്തിൽ വെച്ചിട്ടാണെങ്കിൽ കുറച്ച് ബ്രസീലിന് അവസരങ്ങൾ കിട്ടിയെങ്കിലും, തുടക്കത്തിൽ കിട്ടിയെങ്കിലും അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. പിന്നെ അവസാനത്തെ നെയ്മർ കിട്ടിയ പെനാൽറ്റിയാണ് ഒരു ഗോളിലേക്ക് എത്തിച്ചത്. പക്ഷേ തിരിച്ചു വരാൻ അതോട് കഴിഞ്ഞുമില്ല. അപ്പം ബ്രസീലിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവി വേദനിപ്പിക്കുന്ന ഒരു തോൽവി തന്നെയാണ്. ഏതായാലും നല്ല ഫോമിൽ തന്നെയാണ് കളിച്ചെന്നില്ലതിൽ യാതൊരു സംശയങ്ങളൊന്നുമില്ല. കാരണം വേറൊന്നും കൂടി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട, ബ്രസീലിന് കിട്ടിയ എല്ലാ കളിക്കാരും, ഈ വേൾഡ് കപ്പ് കിട്ടിയ എല്ലാ കളിക്കാരും അത്യാവശ്യം മോശമില്ലാത്ത കളിക്കാരാണ്. അങ്ങനെ ഒരു വിഷയം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ലോക ചരിത്രത്തിൽ 5 കിരീടമുള്ള ഈ രാജാക്കന്മാർക്ക് ഈ ഒരു തോൽവി സമ്മതിക്കേണ്ടി വരും. എന്നാലും ശരി, നമ്മൾ അടുത്ത ഇനി 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതിൽ തന്നെയാണ് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രതീക്ഷ എല്ലാ ആരാധകർക്കും ഉള്ളത് തന്നെയാണ്.
ഈ ബ്രസീലിൻ്റെ കളിക്കാരോടുള്ളൊരു ആരാധന പിന്നെ എന്തായാലും കുറഞ്ഞു പോകുന്നില്ല. ഈ മഞ്ഞപ്പട എന്നും ലോക രാജ്യങ്ങളിൽ തല ഉയർത്തി തന്നെ നിൽക്കും എന്നുള്ളതിൽ രണ്ടഭിപ്രായമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മറ്റ് ഫാൻസുകാർ കൂടുതൽ ഞെളിയാൻ മാത്രം ഒന്നുമില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.